സുമേരിയയുടെ സുഹൃത സങ്കല്പങ്ങളിൽ ഹിസ്പാര എന്നൊരു കാട്ടുകടന്നൽ. ചില രാത്രികളിൽ ഹിസ്പാര എന്ന കാട്ടുകടന്നലുകൾ പുഴവക്കത്ത് കൂടുകെട്ടാറുണ്ട്. പുഴവക്കത്ത് കൂടുകെട്ടുന്ന ഹിസ്പാര വിഭാഗത്തിൽപ്പെട്ട കാട്ടുകടന്നലുകൾ ഉണ്ടാക്കുന്നത് ഒരു മാന്ത്രിക സംഗീതമാണ്. ആ സംഗീതം ശ്രവിക്കുന്ന നിമിഷത്തിൽ ഏത് യുവതിയും ഏത് യുവാവും നദിക്കരയിലേക്ക് ഓടിയെത്തുകയും പരസ്പരം അനുരാഗബദ്ധരായി സ്വയംവരത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഹിസ്പാരയുടെ കഥയിൽ നിന്നും അശ്വമേധത്തിന്റെ ചര്യയിലേക്ക്, യാത്രയിലേക്ക്. ആപ്പിൾ എയുടെ അശ്വമേധത്തിന്റെ ഈ രാത്രി ഇവിടെ ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ആദ്യ റൗണ്ടിൽ വിജയിച്ച് തന്റെ മത്സരം തുടരുന്ന വിശിഷ്ടനായ ആ മത്സരാർത്ഥിയും ഒന്നിച്ച് നമുക്ക് ഈ ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യാം. ആൻഡ് സർ, പ്ലീസ് വാക്ക് ഇൻ. സോ, ശ്രീ മോഹൻ ഡി കങ്ങഴയുടെ ശിഷ്യൻ. അതെ. പിന്നെ പേര്? സണ്ണി എം ഫിലിപ്പ്. അതല്ല സാറ് വിചാരിച്ച ആളുടെ പേര് പറയില്ല. മനസ്സിലായി. ദിവ്യ, പ്ലീസ്. പിന്നെ സംഗീതം ഇഷ്ടമാണ്? സംഗീതം ഇഷ്ടം. പാട്ട് പാടാറുണ്ട്? ഇല്ല, പാട്ട് പാടാറുണ്ട്. പാട്ട് പറയും. പാട്ട് പറയും. ഇസ് ഇറ്റ് അപ്രോഡ് സർ? അപ്രോഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖല യാഗം. ഇന്ത്യൻ? അതെ സർ. മലയാളി? അതെ. പുരുഷൻ? അതെ. ആനവൈദ്യം, പാമ്പ് വൈദ്യം, പക്ഷി വൈദ്യം, പാചകം, ചമയം, ഇവയിലൊന്ന്? അല്ല. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? ഉണ്ട്. രാഷ്ട്രീയം, കലാസാഹിത്യം, ഇവയിലൊന്ന്? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, സ്പോർട്സ്, സയൻസ്, സ്പേസ്? അല്ല. ഉദ്യോഗം, ബിസിനസ്, ഒരു സംഭവം വഴിയുള്ള പ്രശസ്തി, ബന്ധുത്വം വഴിയുള്ള പ്രശസ്തി? അതെ. ഉദ്യോഗം, ബിസിനസ്? അതെ. Apple count shows 12 more. യജ്ഞം. ഉദ്യോഗം വഴിയുള്ള പ്രശസ്തി? അതെ. യൂണിഫോം ഉള്ള ഉദ്യോഗവൃത്തിയായിരുന്നു? അല്ല. 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 കേന്ദ്ര ഗവൺമെന്റിന്റെയോ കേരള ഗവൺമെന്റിന്റെയോ ഉദ്യോഗവൃത്തിയായിരുന്നു? അതെ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗവൃത്തി? അതെ. ഇപ്പോഴും ഉണ്ട് അധികാര സർവീസിൽ? ഇപ്പോഴും ഉണ്ട്. സിവിൽ സർവീസ് ഓഫീസർ? അല്ല. അല്ല. സിവിൽ സർവീസ്. സിവിൽ സർവീസ് ഓഫീസർ? സിവിൽ സർവീസ്. സോ ദാറ്റ് ഈസ് എ ലൈഫ് ലൈൻ. 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അല്ലെ? ഇപ്പോൾ അദ്ദേഹം കേരളത്തിലാണോ? അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയൽ പോസ്റ്റിൽ കേരളത്തിൽ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നുണ്ടോ? ഇല്ല. Apple count shows 6 more. 16 ചോദ്യങ്ങൾ രാജസൂയം. കേരളത്തിനകത്ത് തന്നെയാണോ ഏതെങ്കിലും തരത്തിൽ സേവനം അനുഷ്ഠിക്കുന്നത് അദ്ദേഹം? അല്ല. അല്ല. പേരാരംഭിക്കുന്നത് ABCDEFGHIJKL MPQRSTUVWXYZ ഈ അക്ഷരങ്ങളിലൊന്നിലാണ്? അതെ. ആണ്. അതെ. ജയിലാണ് പേരാരംഭിക്കുന്നത്? അല്ല. ഭാരതത്തിന് പുറത്ത് സേവനമനുഷ്ഠിക്കുന്നു? ഉണ്ട്. പേരിനോടൊപ്പം സമുദായ നാമമുണ്ട്? ഇല്ല. പേരാരംഭിക്കുന്നത് എസ് എന്ന അക്ഷരത്തിലാണ്? അല്ല. പറയൂ. അദ്ദേഹം KS മണി IAS, മുൻ 3 പ്രധാനമന്ത്രിമാരുടെ സെക്രട്ടറീസിൽ ഒരാളായിരുന്നു. ഇപ്പൊ അദ്ദേഹം അഗ്രികൾച്ചറൽ പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ടിംഗ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനാണ്. ഇന്ത്യക്ക് കൂടുതൽ വിദേശപണം നേടിത്തരുന്ന ഒരു വലിയ ബിസിനസ് സ്ഥാപനമാണ് ഈ പ്രസ്തുത പ്രസ്ഥാനം. അഗ്രികൾച്ചർ അപ്പിഡ എന്ന് പറയും. എപ്പിഡ എന്ന് പറയും. എവിടെയാ ഇപ്പൊ? അദ്ദേഹം ഡൽഹിയിലാണ്. കൂടുതലും വിദേശ രാജ്യങ്ങളാണ്. ഇന്ത്യയിലെ ഭക്ഷ്യ സാധനങ്ങളെ പ്രോസസ് ചെയ്ത് കയറ്റുമതി അയച്ച് വിദേശ നാണ്യം നേടുന്ന ഒരു വലിയ ബിസിനസ് പ്രസ്ഥാനമാണ് അപ്പിഡ. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ദേവഗൌഡ, വാജ്പേയി, നരസിംഹറാവു ഈ 3 പേരുടെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. ബിനോയ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, അമ്പലമുക്ക് തിരുവനന്തപുരം, പള്ളിപ്പുറം തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ. പ്രസൻസ് ടുഡേസ് പേഴ്സണാലിറ്റി KS മണി, പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥൻ. അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് എക്സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ
മാനേജിംഗ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആചാര്യ കോളേജസ്, ബാംഗ്ലൂരിലെ ആചാര്യ കോളേജസ് ആദ്യ റൗണ്ടിൽ മത്സരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഒരു ചോദ്യം ഒരുക്കിയിട്ടുണ്ട്. ബാംഗ്ലൂരുള്ള ആ ചോദ്യം ഇതാണ്. ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒരു മലയാളിയാണ്. ആരാണ് അദ്ദേഹം? ക്ലൂ ഉണ്ട്. ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മലയാളിയായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീമാൻ സതീഷ് നമ്പ്യാരാണ്, വിജയ് നമ്പ്യാരാണ്, ശ്രീ നാരായൺ ആണ്. വിജയ് നമ്പ്യാർ തെറ്റായ ഉത്തരമാണ്. ശ്രീ എം കെ നാരായണാണ് ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മലയാളി. സോ അടുത്ത മേഖലയിലേക്ക് താങ്കൾ പ്രവേശിക്കുന്നു. ആപ്പിൾ എയുടെ അശ്വമേധത്തിന്റെ ഈ ദിവസത്തെ രണ്ടാം റൗണ്ടിൽ മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപ നേടുന്ന മൂന്നാം റൗണ്ടിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Looking for a house? Settle for a home. India's first